സ്വന്തം ജാതിക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതിനും വാങ്ങിച്ച് കാശ്. എന്തോന്നിത്? സാരല്ലടേ, നാളെ മുടി ഷോപ്പിനില്ലെങ്കിൽ ഷോപ്പിന് ഒരു ഐശ്വര്യമില്ല. അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ടെന്ന്. അമ്പട്ടനോ? എടാ മോനെ, 50 പട്ടര് കൂടിയതാണടാ ഒരമ്പട്ടൻ. അതായത് 50 പട്ടര ബുദ്ധിയുള്ളവനാണ് അമ്പട്ടൻ. മനസ്സിലായോ? പക്ഷെ കുരുട്ട് ബുദ്ധി ആയിരിക്കും. അത് ജീവിക്കാൻ വേണ്ടി. നേരം വിളിച്ചിട്ട് ഒരു ദരിദ്രവാസി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ഇവനൊക്കെ എന്താ പട്ടാളത്ത് പോയോ? അല്ലെ ഇവന്റെ ഒക്കെ തലമുടി വളരുന്നില്ലേ? നിന്റെ തലമുടി കുറച്ച് ഉള്ള ഒരു തലയാ. അത് അവസ്മാരം വലിച്ചോന്റെ കയ്യിലേൽപ്പിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത? നീ വാ, ഒരു സ്മാരടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടുഡേ ഹോളിഡേ. ഓഹോ, അപ്പൊ പ്രശ്നം അങ്ങനെയാണല്ലേ? മോന് തന്നില്ല? ഉണ്ട്, മരിച്ചുപോയി. ഇപ്പല്ല? ഇല്ല. തന്നില്ലാത്തവന് നിനക്ക് ഞാൻ തന്തിയാവാം. അടുത്ത പ്രശ്നം മീശ, അതെടുത്ത് കളയാം. ക്ലീൻ ഷേവ്. അപ്പൊ ഞാൻ ഈ വേഷം എങ്ങനെ കളിക്കും? നമുക്ക് ഒട്ടി മീശ വെക്കാം. അകത്താവൂ? ചിലപ്പോ അകത്താവും. പേടിച്ച് വർമ്മയുടെ കൈ കൊണ്ട് മയ്യത്താകുന്നതിലും ഭേദം അകത്താവുന്നതല്ലേ? എല്ലാം വേലോട്ടന്റെ ഇഷ്ടം. എന്നാ ശരി, ഇങ്ങോട്ട് കയറിയിരി. ചിലപ്പോ മീശ എടുക്കുമ്പോ അല്പ സ്വല്പൊക്കെ മുറിഞ്ഞു വരും. പേടിക്കാനൊന്നുമില്ല. ശേഷം മരുന്ന് വെച്ച് അതങ്ങോട്ട് ഉറങ്ങിക്കോളും. നീ വല്ലതും കേട്ടോ? രാവിലെ ഒരുത്തന്റെ വായിന്ന് 2 കേട്ടു. അത് സാധാരണ കേൾക്കാറില്ലല്ലേ? അല്ല, ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു വല്ലതും കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ലേ. എന്റെ ഭഗവാന്, രക്ഷപ്പെട്ടു. എന്നാ മീശ എടുക്കാൻ പോകുന്നു. റെഡി? 1 2 3. ഒന്നുമില്ലടേ, മെല്ലെടുക്കുള്ളടേ. പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ. ചുമ്മാതിരി എന്റെ ഇന്ദിരേ. ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ചതാ. പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ? വരണം. ജയ് ഹിന്ദ്. ഓ, ജയ് ഹിന്ദ്. ഇരിക്കണം. താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. സമയം കിട്ടണ്ടേ? താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, മുടി അല്പം വളർന്നുണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്യണ്ടേ? മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നച്ഛൻ പറയായിരുന്നു. മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ? ഞാൻ ഈ ബാറ് എന്തൊരു കൊതു. ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോള് കഴിക്കുന്നവരോട് വിരോധാണ് എന്ന് പറയായിരുന്നു. അച്ഛൻ ഇനി അധികം സംസാരിക്കണ്ട, ആകെ കുഴപ്പാവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടേ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ. ഓ, എന്നാൽ ശരി, ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഇനി ഒരിക്കൽ വന്ന് കാണാം. അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് തരാം. അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ. തമാശക്കാരനാണല്ലോ. അപ്പൊ ഓക്കെ, ജയ് ഹിന്ദ്. ഓ, ജയ് ഹിന്ദ്. ശരി സാർ. അയ്യോ നാടകക്കാരോ. വിദ്യാധര, നീ എങ്ങോട്ടാണ് നോക്കുന്നത്? ജ്യൂസ്. നീ വരന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വധുവിന്റെ ആളാന്ന് പറയണം. വധുവിന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വരന്റെ ആളാണെന്ന് പറയണം. അപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചാലോ? രണ്ടുപേരും ഒന്നിച്ച് ചോദിക്കില്ലടേ. എടാ, അവരെ ചുറ്റിച്ചാലേ നമ്മൾ വയറ് കയറിയുള്ളൂ. തമാശ പൊള്ളില്ലല്ലേ? പൊള്ളില്ല. അവിടെ കൈകൊണ്ടെടുക്കുന്നത്. ഹലോ. ഹലോ സർ. സുഖം തന്നെയല്ലേ? അതെ അതെ.
പ്ലേറ്റ് ഇവിടെ മാറടി അയ്യോ ചോദിച്ചു ഹലോ രാജരാജവർമ്മയല്ലേ? അതെ. നിങ്ങൾ എന്താ ഇവിടെ? അപ്പോ താങ്കളെന്താ ഇവിടെ? വരൻ എന്റെ ഒരു കസിനാ. അതെയോ? അത് എന്റെ ഒരു കസിനാണ്. മീശ എവിടെ? മീശയോ? ആരുടെ മീശ? എന്റെ മീശ? എനിക്ക് മീശയില്ലായിരുന്നല്ലോ. അന്ന് വീട്ടിൽ വന്നപ്പോ മീശ ഉണ്ടായിരുന്നു, കഥന്റെ ജിബ്ബ ഉണ്ടായിരുന്നു. രാജരാജവർമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഓ ഐ സി, നിങ്ങൾ കണ്ട എന്റെ ചേട്ടനായിരിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മീശയുണ്ട്, എനിക്ക് മീശയില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി? എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്, എനിക്കൊന്ന് വേഗം വേണം. ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അല്ല വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. ഹലോ, മിസ്റ്റർ ആദിത്യവർമ്മയുടെ വീട് ഇതാണോ? ഇത് തന്നെ. അയാളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. പിന്നെ ചെടി നനയ്ക്കുന്നവൻ ചെടി നനച്ചാൽ മതി. നിങ്ങൾ താനാരകളാ ഇതൊക്കെ ചോദിക്കാൻ? ഞാനാണ് ആദിത്യവർമ്മ. ആദിത്യവർമ്മയോ? ആദിത്യം പോയിട്ട് ഒരു ചന്ദ്രവളയത്തിന്റെ പ്രഭാവം പോലും ഈ തിരുമോന്തയിലില്ലല്ലോ. ആദിത്യവർമ്മ ആകെ കൊള്ളാലോ മൂപ്പരെ. ദേ എന്നോട് പറഞ്ഞിരിക്കും, പുറത്തെങ്ങാനും പോയി പറഞ്ഞാണ്ടല്ലോ മോന്തര ഷേപ്പ് മാറി. ആദിത്യവർമ്മ അവിടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇളിച്ചോണ്ട് നിൽക്കാതെ പോയി അങ്ങനെ പറഞ്ഞോളാം. ശരി, എന്നാ അകത്തേക്ക് വരണം, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. ഇവിടെ ഇരുന്നട്ടെ. കാര്യം എളുപ്പം വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. വിളിച്ചില്ലേ സാർ? ഞാനാണ് ആദിത്യവർമ്മ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. താൻ ജയന്റെ അനിയനല്ലേ? അതെ. കണ്ടാൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാൾക്ക് മീശയുണ്ട്, ഒരാൾക്കില്ല. ഒരാൾക്കല്പം മര്യാദയുണ്ട്, ഒരാൾക്കില്ല. ഞാനൊരല്പം പിഴയാണെന്നാ എല്ലാവരും പറയുന്നത്. സാറിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. താൻ വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? തനിക്ക് എന്തൊക്കെ ഡാൻസ് അറിയാം? അത് കളിക്കുന്ന ചുറ്റുപാടനുസരിച്ചിരിക്കും. ഒരല്പം മനക്കെട്ടി, സ്വല്പ തൊലിക്കട്ടി, ചങ്കൂറ്റം, ഇത് തന്നെ ഡാൻസ്. ഇതുകൊണ്ടുള്ള നേട്ടം? മെയ്വഴക്കം. ഉദാഹരണത്തിന് ഡാൻസ് അറിയാൻ വയ്യാത്ത ഒരാൾ ദാ ഇത് ഇങ്ങനെ എടുക്കും. എന്നാൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ എടുക്കും. ഇത് തന്നെ ഇതിന്റെ ഗുണം. നിനക്ക് എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അത് വേണോ? വേണം. വേറെ വല്ലവരും ഇതിനു മുമ്പ് മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ നിന്റെ ചേട്ടന് വാക്ക് കൊടുത്തതാണ്. രാജരാജവർമ്മയെപ്പോലുള്ള ഒരു മഹാന്റെ മകൻ, ജയനെപ്പോലുള്ള ഒരു ആദർശധീരന്റെ അനിയൻ പിഴച്ചു പോകാൻ പാടില്ല. ഇന്നു മുതൽ നിന്റെ മേൽ എന്നും എന്റെ കണ്ണുണ്ടായിരിക്കും. തന്നെ നന്നാക്കാമോ ഞാൻ നോക്കട്ടെ. കാവേരി, കാവേരി. എന്താണ് അച്ഛാ? ഇതാണ് എന്റെ മകൾ കാവേരി. ഏതായാലും ഭാരതപ്പുഴ എന്ന് പേരിടാൻ ഞാൻ നന്നായി. അമിതമായി ചിലയ്ക്കുന്ന എനിക്കിഷ്ടമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ നിന്റെ ഡാൻസ് മാസ്റ്റർ. നമസ്കാരം. നമസ്കാരം. എന്നാൽ ഇന്ന് തന്നെ ആരംഭിച്ചോളൂ. വരും, മുകളിലേക്ക് പോവാം. നമുക്ക് തുടങ്ങാം. ഇന്നത്തേക്ക് മതി, ബാക്കി നാളെ. ചെല്ലു, പൊയ്ക്കോ പൊയ്ക്കോ. ഒരു 50 രൂപ ആണല്ലോ. 50 രൂപയോ? 50 പൈസ എടുക്കാനില്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു 50 റുപ്പീസ് റൈസ് ചെയ്യണം. തന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ല ആശാനെ. ഇല്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പോണേ. നിന്നേ. നാളെ ഇങ്ങോട്ട് വരുന്നില്ലേ? പിന്നെ അല്ല, നാളെ ജോലി ഉണ്ടാവില്ല. അതെന്താ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ അപ്പ ഞാൻ പറയത്തില്ലേ, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി.
ഇത് എത്രയുണ്ട്? എണ്ണി നോക്കിയില്ല, 25 കാണും. ആ, അപ്പൊ മീശ ഒട്ടിച്ചത് പറയത്തില്ല, ഇളക്കിയത് പറയും. നാളെ രാവിലെ ഞാൻ ബാക്കി കൊണ്ടുതരാം. ശരി, ബാക്കി രൂപ നാളെ രാവിലെ കൊണ്ടുവന്ന് ഒരു റെസീപ്റ്റ് വാങ്ങിച്ചോളൂ. അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ? നമ്മളും ബിരിയാണി തിന്നിട്ട് സാറേ. ആ, ഇന്നത്തേക്ക് സുഖമായി. കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസന തൈലോ തൈലോ വാസന തൈലോ കൃഷ്ണ അയ്യപ്പ. ആ, എന്താ കാലത്ത് തന്നെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ആ, പിന്നെ എൻ്റെ അടുത്ത് ഒരു കത്തിയുണ്ട്. അത് ഷെയ് ചെയ്യാൻ കൊള്ളില്ല, പക്ഷേ നിന്റെ പള്ളയെ ഞാൻ കുത്തി കയറ്റു. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ വാടാ തന്തക്കളി ഞാൻ നിർത്തും. പാടക തന്ത പാടക തന്ത. ഈടെ മോനെ എൻ്റെ അടുത്ത് ഇല്ലടാ. നിങ്ങളല്ലേ ഈ തത്വം എനിക്ക് പറഞ്ഞു തന്നത്? എന്തോന്ന്? പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ തട്ടിയെടുക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും. എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി കണവണ വർത്താനം പറയുന്നത്. ഒരു 50 റുപ്പീസ് റൈസ് ചെയ്തേ. എൻ്റെ അടുത്ത് മുഴുവൻ ഇല്ലെന്ന്. എന്നാ പിന്നെ ഉള്ളത് തന്നൂടെ? അപ്പൊ ഉള്ള എന്നിട്ട് എനിക്ക് ചെറിക്കാൻ പോകാൻ പറ്റുമോ? ആ, എന്നാ പിന്നെ ഇന്ന് നിങ്ങളുടെ ആൾമാറാട്ട കളി ഞാൻ പോലീസിൽ അറിയിക്കും. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് ചിലക്കാൻ ഇറങ്ങി പോടെ. പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഐസിൽ കിടത്തും, നഖത്തിന്റെ ഇടയിൽ മുട്ടു സൂചി അടിച്ചതാ, കാൽവണ്ണയിൽ ചോറിൽ കടിക്കും, ഉരുട്ടും. എന്നാ പിന്നെ ഒരു 50 രൂപ താഴെ. 5 രൂപയോ? എടേ, ഒരു വിലയില്ലാത്ത ഭൂജത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഐ വിൽ അഡ്ജസ്റ്റ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറഞ്ഞേ? അല്ല, ഞാൻ നാളെ തരാന്ന് പറയുന്നു. എന്തൊരു ഗതികേടാണിത്. കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ? ഏത് ഏട്ടൻ? ഏതെങ്കിലും? ജയേട്ടൻ. വരൂ സാർ. അങ്ങനെ ഇരുത്താമെന്ന് വിചാരിക്കണ്ട. വലതുകാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഭാഗ്യം. ഇതെന്താടാ, മണിയറയോ? ഇൻസ്പെക്ടർ, ഇതാണ് ജ്യേഷ്ഠൻ. ഓഹോ, പ്രതിയുടെ ജ്യേഷ്ഠൻ. അതെ. ഇവനെ കണ്ടിട്ടൊരു ക്രൈം ബ്രാഞ്ചിന്റെ ലക്ഷണം. എവിടാ പ്രതി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ സഹോദരൻ ഒളിച്ചോടിപ്പോയി. എവിടെടാ നിന്റെ സഹോദരൻ? അവൻ ബോംബെ പോയി. എവിടെ? ബോംബെ. ബോംബെ. ഒറ്റയ്ക്കാണോ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോടാ? ഒറ്റയ്ക്കാണ് സാർ. സത്യം പറയടാ. ഒറ്റയ്ക്കാണ്. സത്യം. കള്ളം, പച്ച കള്ളം. നിനക്ക് 5 നിമിഷം സമയം തരുന്നു. അതിനുള്ളിൽ നിന്റെ അനിയൻ തൊണ്ടിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ചാവിട്ട് നിന്റെ എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുതേ. കുട്ടി, നിന്റെ അച്ഛനെവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്നാൽ അയാളും കൂടെ വരട്ടെ. 2 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് തട്ടി അകത്താക്കാം. ഇനി വെറും 15 നിമിഷം മാത്രം. 20 മിനിറ്റ്സ്. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം. നിര എങ്ങോട്ട് എത്ര അർജന്റായിട്ട് പോകുന്നത്? വായുവിളി വാങ്ങാനോ? കാര്യങ്ങളൊക്കെ കുഴപ്പമായെന്നാ തോന്നുന്നത്. വേലുവേട്ടൻ ഉടനെ വീട്ടിലോട്ട് വരണം. കാര്യം എന്താ? അതൊക്കെ പറയാം, വേഗം മീശ ഒട്ടിച്ചു വാ. ഇനി ഒരേ ഒരു നിമിഷം മാത്രം അവശേഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ. ആ, നമസ്കാരം. ഇരിക്കണം 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 ഇരിക്കണം. ആ, സാറോ, എന്താ സാറേ വിശേഷം? കുന്തം. കുന്തം? ഈ കുന്തം സ്വന്തമായിട്ട് വാങ്ങാൻ വന്നതാണോ, അല്ല കാണാതെ പോയ കുന്തം അന്വേഷിക്കാൻ വന്നതാണോ, അല്ല ഈ നാട്ടുകാരുടെ കുന്തം? ആരാ ഉയരാൻ? നിങ്ങളാരാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? സാറേ, സാറേ തൊപ്പി ഒന്ന് എടുക്കണം. ആ, ഇപ്പം ഗൂർക്കെ പോലെയുണ്ട്. ആ, ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട്. ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം രാജരാജവർമ്മ, ജയന്റെയും അജയന്റെയും അച്ഛൻ. ഓഹോ, തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകളെയും അടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, സാറിന് തെറ്റിപ്പോയതാ. അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നും ഇല്ല. പിന്നെ എവിടെ പോയി? ബോംബോ, ഫുട്ബോളോ? ആ! എന്നെ വരട്ടരുത്. വരട്ടെന്താറിയോ, എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും. പ്രഷറുള്ളതാണ്. ഈ പ്രഷർ ഇങ്ങനെ കയറി കളയുന്നതിലോട്ട്. അതെ, മദ്രാശി വരെ പോയതാ. ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന്, ഒരുത്തം പറയുന്നു മദ്രാസിൽ പോയെന്ന്. ഇതെന്താ പിള്ളേർ കളിയോ?
ഈ ബോംബെ വഴി മദ്രാശി പോവും. സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത്. അതെ, മദ്രാശി വഴി ബോംബെ പോകുന്നവരുണ്ട്, ബോംബെ വഴി മദ്രാശി പോകുന്നുണ്ട്. ഇതേ കഴിഞ്ഞ ആഴ്ച വൺ മിസ്റ്റർ ഗോവിന്ദൻ എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത്. ഓരോരു ശീലല്ലേ. ഇതിലെന്തോ ചതിയുണ്ട്. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. രണ്ടെണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് കുസ്തി ചെയ്യും. ഇടിച്ചതിനെ ഞാൻ പിഴിയും. കേരള വണ്ടിയിൽ വേണ്ട, അജയൻ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരേ ഒരു നിമിഷം മാത്രം. എനിക്കൊരു നിമിഷവും വേണ്ട. ഓഹോ, അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? സാർ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആൾമാറാട്ട കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. സാർ എന്റെ ഈ മീശ വർമ്മ, ഇതിലെന്തോ വലിയ ചതിയുണ്ട്. കൂടാതെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ മിന്നൽ പരമശിവൻ തകർക്കും. ആരാണ് ഈ ജയൻ? ഞാനാണ് സാർ ജയൻ. അപ്പോ അജയനോ? അജയനാണ് സാർ ഞാൻ. അപ്പോ ജയന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാണ് ഇദ്ദേഹം. അജയന്റെ അച്ഛനോ? അല്ല സാർ, ആദ്യം ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ നമ്മളെ സെർച്ച് ചെയ്യൂ. കുളിമുറി, പൂജാമുറി ഒന്നും ഇടണ്ട, എല്ലാം നോക്കൂ. എടോ, സത്യം പറയണം, ആരാണ് ഈ ബാലു? എന്റെ അനിയനാണ്. അവനെവിടെ? അവനോടില്ല. ആട്ടെ, ബാലുവും കാവേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നോ? അല്ല. അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ കൂടെ ഇറങ്ങി പോകാൻ? ഞാൻ അങ്ങനെയൊന്നും അല്ല എന്റെ മോളെ വളർത്തിയത്. ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത്. ശശിയും പാർവതിയോ? ശിവനും പാർവതിയല്ലേ? പെൺകുട്ടികളെ നേരെ വളർത്താൻ അറിയില്ലെങ്കിലേ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഞങ്ങളുടെ ബാലുവിനെ ഞങ്ങൾക്കറിയാം. തന്റെ അനിയനിലെ ബാലു, അവന്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. ഒരു ശീലാവതി ഭാര്യയോട് മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ പറയണം. മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞില്ല. ഇന്നലെ കിട്ടുമല്ലോ, ഇന്നും കിട്ടും. എന്റെ പൊന്നു വക്കീൽ സാറെ, ഒരു ജാമ്യം അനുവദിച്ചു തന്നല്ലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം. ഞാൻ അവിടെ ഒരുത്തിന്റെ പകുതി ചൊരച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, മനസ്സിലായോ? ഒറ്റയെണ്ണമാണെങ്കിൽ പോകരുത്. നീതിയും ധർമ്മവും നടത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞുമറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത്. കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് തായ്ക്കളെ വരുത്തേണ്ടി വരും. സാറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? സാറ് എന്നെ ഒന്ന് ഉത്സാഹിച്ച് പോട്ടെ. അല്ലാതെ എല്ലാവർക്കും കണ്ടുകൂടെ? ആരാണാവോ? സിഐഡി വേഷം മാറി വന്നു. സത്യം പറ സാറേ, മന്ത്രിയാണോ? അല്ല, കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? വെറും കുട്ടമ്പിള്ള. ഈ കേസിനെ പറ്റി തനിക്കെന്നറിയാം? പലതും അറിയാം. ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ സുരക്ഷിതരായിരിപ്പുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടലിന്റെ പേര് പറ, ഇനിയിപ്പോ ഒരു അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല. അവർ മതിവിധി രാത്രി പിന്നിട്ട് കഴിഞ്ഞു. കുട്ടമ്പിള്ളേ, നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കാവേരി അവൾക്ക് അനുയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു. അത് മറ്റാരുമല്ല, എന്റെ മകൻ വിദ്യാധരൻ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാ മതി. അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും. ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും. എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാലയ്ക്ക് മാല, താലിക്ക് താലി, പുടവയ്ക്ക് പുടവ, എല്ലാം റെഡി. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോയി ജീപ്പിൽ കയറോ. എല്ലാവരും ജീപ്പിൽ കയറും. ആദ്യം കയറോ. വരും വരും. ഞാൻ പറഞ്ഞു. താൻ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ അളിയനോ? പോയി കയറോ.
വിദ്യാധരന്റെ റൂം ഏതാ? 27. കൂടെ ഒരു പെണ്ണുണ്ടോ ചോദിക്കും സാറേ. Shut up. കൂടെ ഒരു പെണ്ണുണ്ടോ? ഉണ്ട്. Shut up. വെള്ളം. സാർ 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 ഇതാ സാർ 27. 27 കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടാ 27 ആണെന്ന്. Shut up. 27 തന്നെടാ. അതെ 27. വിദ്യാധരനോടാത്ത ആരാ? എന്റെ തന്ത. എടാ അച്ഛൻ തന്നെയാ. വാഴ തുറക്ക്, എല്ലാം ശരിയായി. എന്റെ തന്ത മരിച്ചുപോയി. ആ എന്നാ അയാളുടെ പ്രേതം. ഛെ, തുറക്കടാ. എടാ ഇത് ഡിപ്പാർട്ട്മെന്റ് എടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. തുറക്കടാ. എടാ, തുറക്കാനാണ് പറഞ്ഞത്. എടാ, തുറക്കടാ. Shut up. മോനെ വിദ്യാധര. എടാ, പോയി. മോനെ എവിടെ? എടാ മിന്നൽ പരമിച്ചുകയാണ് നീ കടിച്ചിരിക്കുന്നത്. വിദ്യാധര അവൻ പുറത്തേക്ക് കയറി. വരാണ്ട് ബലസുന്നോ? എന്താ കടുവാകളി ഉണ്ടോ? ഇല്ല. സാറേ വേറെ മറ്റാണ് അല്ലേ? ഓരോരുത്തരുടെ മക്കള് വെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു എന്നിട്ട് ബാക്കിയുള്ളവന്റെ ഗതികേട്. എന്റെ കൈക്ക് സ്വാധീനമുള്ള കോലമാണെങ്കിൽ കുടി 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 കുടി. മോനെ അച്ഛൻ വരുന്നുണ്ടാ. മോനെ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ.